ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പാട്ടോട് കൂടെ നമുക്ക് സത്സംഗം തുടങ്ങാം. ഇന്ന് നല്ലൊരു സുദിനല്ലേ, അപ്പം ആ സുദിനത്തിനോടനുബന്ധിച്ച് ശ്രീരാമനെ ഒന്ന് ഭജിച്ചിട്ട് നമുക്ക് സത്സംഗത്തിലേക്ക് പ്രവേശിക്കാം. ശ്രീരാമനാമം ജപതാര സാഗരം ശ്രീപാദപത്മം ജനിമോക്ഷദായകം സരയോ നദി പോൽ തിരയിടുമാത്മാവിൽ ശ്രീരാമനാമം ജപതാര സാഗരം ശ്രീപാദപത്മം ജനിമോക്ഷദായകം സരയോ നദി പോൽ തിരയിടുമാത്മാവിൽ ശ്രീരാമനാമം ജപതാര സാഗരം ശ്രീപാദപത്മം. ഓംകാരധ്വനിയായി അനശ്വര പൊരുളായി രാമായണം സ്വരസാന്ദ്രമാ. ഓംകാരധ്വനിയായി അനശ്വര പൊരുളായി രാമായണം സ്വരസാന്ദ്രമാ. കവിമുനി യോധിയോ വനമലർ കേട്ടുവോ കിളിമകൾ പാടിയോ നിലയതു ചൊല്ലിയോ സീതാ കാവ്യം ശുഭകീർത്തനത്തിലുണരുകയായി ശ്രീരാമനാമം ജപതാര സാഗരം ശ്രീപാദപത്മം. നിർമാല്യ നിറവോടെ നിരുപമ പ്രഭയോടെ കാണാകണം അകതാരിതിൽ. നിർമാല്യ നിറവോടെ നിരുപമ പ്രഭയോടെ കാണാകണം അകതാരിതിൽ. അമര കിരീടവും രജതരഥങ്ങളും അപരനു നൽകിയ ദശരഥനന്ദന രാമ രാമ യുഗസ്നേഹമന്ത്രവരമരുളൂ നീ ശ്രീരാമനാമം ജപതാര സാഗരം ശ്രീപാദപത്മം ജനിമോക്ഷദായകം സരയോ നദി പോൽ തിരയിടുമാത്മാവിൽ ശ്രീരാമനാമം. ജാനകി ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ഇനി നമുക്ക് എന്നത്തെയും പോലെ കാവേരി മഹാത്മ്യം ആദ്യത്തെ മംഗളശ്ലോകം ചൊല്ലിയിട്ട് വായിക്കാം. ഓം ഷഡ്പദമുഖരിതകണ്ഠം കോടീരപരാവബദ്ധ ശശികണ്ഠം പ്രണമതവാരണതുണ്ഡം പദകമലപ്രണത സകല സുരഷണ്ഡം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം
അക്ഷമാലാം ദധാന ഹസ്തേനൈകേന പത്മം സ്ഥിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭ ഭാസമാനാ സമാനാ സാ മേ വാഗ്ദേവതേയം നിവസതു ഹൃദയേ സർവദാ സുപ്രസന്ന സർവകല്യാണനിലയേ സർവതീർത്ഥസ്വരൂപിണി സർവമാന്യേ മഹാദേവി കാവേര്യംബ നമോസ്തുതേ. ഇനി 28ാമത്തെ അധ്യായമാണല്ലോ നമുക്ക് കാണാനായിട്ടുള്ളത്. അതിലേക്ക് കടക്കാം. ഓം കാവേരി നദിയുടെ ഒഴുക്കിനെ കുറിച്ചൊക്കെയാണ് ഇന്നലെ പറഞ്ഞത്. നമ്മളതിങ്ങനെ ഭാവനയിൽ കാണണം. കാവേരി നദിയുടെ കൂടെ നമ്മളൊപ്പം ഒഴുകണം. അദ്ഭുതാകാരം പൂണ്ട കാവേരി തന്നെ കാൺമാൻ അഭ്രദേശത്തു വിമാനാരൂഢന്മാരായി വന്നാർ. അഭ്രവാഹന മുഖ്യന്മാരായ ദേവന്മാരും അപ്സരോ വിദ്യാധരോരക കിന്നരന്മാരും സിദ്ധർഷി ഗന്ധർവചാരണ ഗുഹ്യകന്മാരും ശുദ്ധമാനസ പിതൃമുഖ്യന്മാർ മറ്റുള്ളോരും ചിത്രഭാനുവിനു നേരൊത്തുള്ള വിമാനത്തിൽ ചിത്രഭാനുക്കൾ കൊണ്ടു പത്താശ വിളങ്ങവേ ദുന്ദുഭിനാദം കൊണ്ടു മുഴക്കി ലോകമെല്ലാം നന്ദനോദ്യാനോത്ഭൂതമന്ദാര പുഷ്പങ്ങളും വൃന്ദാരകന്മാർ വരിഷിച്ചുരംഭാതി ദിവ്യസുന്ദരീ വർഗ മനോഹരമായാടിയിടിനാർ. ഗന്ധർവാദികൾ ഗാനം ചെയ്തിതു മറ്റുള്ളവർ അന്തർമോദേന ജയ ജയ എന്നുച്ചൈസ്തരം സിന്ധുവർഗത്തിൽ വെച്ചു മുഖയാം കാവേരിയെ ബന്ധുരമാകും വണ്ണം പുകഴ്ന്നു തുടങ്ങിനാർ. ഇവിടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോയി നാമൊക്കെ ജപിച്ചു. ആശ്രമത്തിലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. വളരെ സന്തോഷമായിട്ടാണ് ഇത്രയും നേരം നമ്മൾ ചെലവഴിച്ചത്. ആ എല്ലാം തന്ന ഭഗവാനെ കുറിച്ച് നമുക്ക് ഓർക്കാനൊരു ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് സുഹൃതം കൊണ്ട് മാത്രമേ നമുക്ക് തോന്നുള്ളൂ. അപ്പം ഇവിടെ ഈ നമ്മളൊരു നല്ല കാര്യം ഈ ഭൂമുഖത്ത് ചെയ്താൽ നമ്മൾ വിചാരിക്കും ആരും കാണില്ല എന്ന്. പക്ഷെ എല്ലാവരും കാണും എന്നുള്ളതാണ് സത്യം. ഇവിടെ ഈ കാവേരി നദി എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുള്ളത്. അപ്പം അത് കാണാനായിട്ട് ആരൊക്കെയാണ് നോക്കൂ ആകാശത്തിൽ കണ്ടത് എന്നൊക്കെ നമ്മളിപ്പോൾ വായിച്ചു. മാത്രമല്ല പുകഴ്ത്തിയെന്നാണ്. അന്തകാന്തകൻ താനും വിഷ്ണുവും വിരിഞ്ചനും അന്തമില്ലാതെ ദിവ്യജന സംസ്തുതന്മാരായി അന്തരാകവേരജ ദർശനോത്സുകന്മാരായി അന്തരീക്ഷത്തിങ്കലാമാർ എഴുന്നള്ളിടിനാർ. ആഗമങ്ങളും പുരാണങ്ങളും ദിവ്യന്മാരുമാകവേ കാവേരി തൻ കീർത്തിയെ വാഴ്ത്തിയിടിനാർ. ആശ്ചര്യമത്യാശ്ചര്യം കാവേരി കണ്ടോളവും ആശ്ചര്യവാങ്മനോഗോചരം പ്രവാഹവും വാചവൈഭവം വേദാന്തോപബ്രംഹിതം ചൊൽവാൻ ഈശ്വരന്മാരാം മഹാദേവനും മുകുന്ദനും എന്നിയെ മറ്റാർക്കെളുതാവത് നിരൂപിച്ചാൽ ധന്യധന്യന്മാരായി വന്നു നാം എല്ലാവരും. നല്ല കാര്യങ്ങൾ നമ്മൾ ഈ ഭൂമിയിൽ ചെയ്തു കഴിഞ്ഞാൽ ആ ദേവന്മാരും ഭഗവാനും ഒക്കെ ആകാശത്ത് വന്ന് നിൽക്കുന്ന നമ്മൾക്ക്. പക്ഷെ നമ്മുടെ ഈ മാംസചക്ഷുഷു കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ കണ്ണുകൊണ്ട് നമുക്കത് കാണാനുള്ള ശക്തിയില്ല. പക്ഷേ പല കാര്യങ്ങളും നോക്കൂ നമുക്ക് പോസിറ്റീവായി വരുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പം നമ്മൾ എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും നമ്മളുടെ കൂടെ ആരുണ്ടാവും? ഈ ദേവന്മാരും ഭഗവാനും എല്ലാവരും ഉണ്ടാവുമെന്നാണ്. അന്തരീക്ഷത്തിൽ അദൃശ്യമായിട്ട് അവരുടെ അനുഗ്രഹം നമുക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് നമ്മൾക്ക് നന്മയായിട്ട് പിന്നീട് ഭവിക്കുന്നത്. മന്നിടത്തിങ്കൽ ദ്വിജസഞ്ചയം നമ്മെ കുറിച്ചിന്നിനിമേൽ തർപ്പിച്ചിടും കാവേരി തീർത്ഥത്തിനാൽ മജ്ജനം ചെയ്തു യജ്ഞാദികളും ചെയ്യുമല്ലോ. സജ്ജനം അപ്പോൾ തന്നെ ബന്ധുവർഗത്തെ പോലെ ഇജ്ജനം സംരക്ഷിതമായി വരുമെന്ന് അന്യോന്യ നിർജ്ജരന്മാരും ചൊന്നാരാമോദാൽ സകൽഗതം തുഷ്ടരാ പിതൃക്കളും ഹർഷഗദ്ഗതവാച പുഷ്ടരോമാഞ്ചം തമ്മിൽ ശിഷ്ടരായി ചൊല്ലിയിടിനാർ. ഒട്ടൊഴിയാതെയുള്ള വിഷ്ണവവാസികളിൽ ഒട്ടേറെ കൃതാർത്ഥന്മാരായി വന്നിതു ഭയം അക്ഷയമായുള്ളൊരു തൃപ്തിയും വന്നു നമുക്കിക്ഷിതിയെങ്കൽ. അസ്മദ്വംശത്തിൽ പിറന്നുള്ള പുത്രന്മാരൊരിക്കലെന്നാകിലും നമ്മെക്കുറിച്ചത്രേവ തിലോദകം നൽകുവോരത്യത്ഭുതം. നല്ല വംശം ഉണ്ടാവുന്നതാണ് അല്ലെ. ഇവിടെ
ശ്രാദ്ധമിട്ട കാവേരിയിലൊക്കെ, ഈ കാവേരി നദിയുടെ പുണ്യമാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ പുത്രന്മാരൊക്കെ നമ്മുടെ പോയ കുലത്തെയൊക്കെ ഓർക്കുന്നവരായി തീരുന്നതാണ്. അങ്ങനെ ഓർത്താലാണ് നമ്മൾ നന്ദിയുള്ളവരാണെന്ന് പറയാൻ പറ്റും. എന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ശരീരത്തോടെ ഇവിടെ ഇരിക്കുന്നത് ആരുടെ സുഹൃതം കൊണ്ടാണ്? അവരുടെയൊക്കെ പുണ്യം കൊണ്ടാണ്. അതുകൊണ്ട് നന്ദിയുള്ളവരായിരിക്കണം പിതൃക്കളോടും എല്ലാവരോടും. ചിത്രം എത്രയും ചിത്രം തീർത്ഥകോടികളോടും എത്രയും ചിത്രാകൃതി കാവേരി മഹാനദി, ബ്രഹ്മശൈലത്തിൽ നിന്നു ലോകരക്ഷണത്തിനായി ബ്രഹ്മനിർമ്മിത പുരോദൃശ്യതേ മഹാപുണ്യ. തീർത്തു ചൊല്ലിയിട മഹാപുണ്യവാഹിനികളും തീർത്ഥങ്ങളിവയൊന്നുമിക്കണ്ട കാവേരി തൻ കലകൾ 16 ദൃഢം. പല വാക്കുകൾ ചൊല്ലി ഫലമെന്തൊന്നു വൃഥ, ഈ ജലം കൊണ്ടു ഭജിച്ചന്നം ശാകവും നമുക്കിച്ഛയാകയാ. ശ്രാദ്ധായുധത്തിൻ ഫലം ചെയ്യും. നമ്മൾ ഈ വെള്ളത്തില് ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചാൽ ഗയാശ്രാദ്ധത്തിന്റെ ഫലം കിട്ടുമെന്നാണ്. നമ്മുടെ സന്താനവും മേൽക്കുമേൽ വളർന്നിടും ഇമ്മഹാനദിങ്കലൊരിക്കലൊരു സുതൻ പെൺമയിൽ സ്നാനം ചെയ്കിൽ അത്രയൽ ഋണത്രയ നിർമുക്തനായി വന്നിടും അവനു നിസ്സംശയം. ഇതില് ഒരു പുത്രൻ വന്നിട്ട് ഇവിടെ പിതൃക്കൾക്ക് ശ്രാദ്ധം ഇട്ടൊക്കെ അല്ലെങ്കിൽ സ്നാനം ചെയ്യുകയൊക്കെ ചെയ്താൽ 3 കടങ്ങളും, കുലത്തിന് മുഴുവനുള്ള കടങ്ങളും പോകുന്ന 3 കടങ്ങൾ നമ്മള് കഴിഞ്ഞ അധ്യായത്തിലൊക്കെ പറഞ്ഞു അല്ലെ. അതായത് ദേവഋണം, ഋഷിഋണം, പിതൃഋണം. ദേവർഷിപ്രവരും പുകഴ്ത്തിയിടിനാരപ്പോൾ കാവേരി കലിദോഷനാശിനി മഹാപുണ്യ ബ്രഹ്മരൂപങ്ങൾ വേദമയങ്ങളായുമുള്ള നിർമ്മല പുണ്യതീർത്ഥകോടികളോടും കൂടി കാണായി വന്നിതു ചിത്രം. ഇന്നതീ തീർത്ഥ സ്നാനപാന മാഹാത്മ്യ പാഠസ്തുതി മുഖ്യങ്ങളാലേ നിഖില ജനങ്ങളും യമയാതനാഹീനം സകലാനന്ദ സമ്പൂർണന്മാരായി ഭവിച്ചിടും. ദേവകൾ പിതൃക്കളും നാമുമാം ബ്രഹ്മകൽപ്പം കേവലം കൃതാർത്ഥന്മാരായത് സുഖാന്വിതം. ഈ ജലത്തിങ്കലിനി മജ്ജനം ചെയ്തു ചെയ്യും സജ്ജനം സൽക്കർമ്മങ്ങൾ ഇജ്ജന തൃപ്ത്യർത്ഥമായി. ഋഷികളാലുമേ വന്നുദയാൻ ദേവിയതു പൊഴുതാം നായാഞ്ചല ക്ഷീരപൂരാപിരാമ സകല പുണ്യഭേന ശാസ്ത്രതത്വാർത്ഥകർത്താം ഗർത്താമഖവാലുക പൂർണാബുൽബുധാകാര തീർത്ഥ. അതായത് ഇവിടെ ഗർത്താമഖവാലുക പറഞ്ഞാൽ കുത്തന വെള്ളമൊക്കെ വീണിട്ടേ വെള്ളം പൊട്ടിക്കൊണ്ടൊക്കെ വെള്ളം ഒഴുകുന്നു. അതേപോലെ വാലുകം പറഞ്ഞാൽ മണല്, അങ്ങനെ മണലൊക്കെ നിറഞ്ഞിട്ടുള്ള ഈ നദീ തീരത്തിനാണ് ഇവിടെ പറയുന്നത്. വൈകുണ്ഠ സോപാനോർമ്മി സഞ്ജയ പാപമെല്ലാം വൈകാതെ പോക്കിയിടുവനെന്നു ഗർജിച്ചത്യുച്ചം കുടില പയോവേഗത്തോടു കൽഹാര കഞ്ച ചടലോൽപല കുമുദാദി പുഷ്പങ്ങളോടും വിളങ്ങി ഭൂമിക്കലങ്കാരമായി ലോകമാതാ വളരും ഭൂമി പുണ്യേകാങ്കുര ദിവ്യദേശ ലോകൈക രക്ഷാമണി ദിവ്യ സർവതോമുഖ ലോകേശ ഗോവിന്ദേശ രൂപിണി ഗുണാതീത കമലാസന രമാനാഥ ശങ്കരപൂജ്യ വിമലാത്മിക പരാശക്തിയാം വിഷ്ണുമായ സാക്ഷാത്കാരേണ ലോകമൊക്കവേ പാലിപ്പാനും ദാക്ഷിണാത്യന്മാർക്കു സർവൈശ്വര്യം നൽകുവാനും അഞ്ജലീബന്ധം ചെയ്തോരിന്ദ്രാദിദേവന്മാരാൽ അഞ്ജസാ ചേജയ ജയിക്കുന്നീ വണ്ണമേ വർണ്ണിക്കപ്പെട്ടു മഹാപുണ്യയാം കാവേരിയും അർണവം തന്നെ പ്രാപിച്ചിടിനാള വിളംബം. ലോകപാലനത്തിനു തുനിഞ്ഞ കാവേരിയിൽ ശ്രീകണ്ഠൻ പ്രസന്നനായരുളി ചെയ്തിടിനാൻ. പുരുഷന്മാരെയെല്ലാം യത്നം കൂടാതെ തന്നെ പാരാതെ ശുദ്ധന്മാരാക്കിയിടുവാനുള്ളവരം ലോകഖ്യാതാർദ്ധോദയ പുണ്യകാലത്തു സർവസാഗരങ്ങളിൽ സ്നാനം ചെയ്തുണ്ടായി വരും ഫലം. ഭവതംബുധി സംഘേ മർജനം ചെയ്തിടുന്ന ഭുവനവാസികൾക്കു കൊടുത്തു സദാകാലം. ശ്വേതാരണ്യാഖ്യ പുണ്യസ്ഥലത്തിൽ വാഴുന്നുണ്ടെങ്കാതങ്കഹീനം വരം നൽകിനാൻ കാവേരിക്കും നിന്നുടെ തീരത്തിങ്കൽ വാഴുന്ന വിപ്രാതികളന്വഹം ധർമ്മകർമ്മഹീനന്മാരായിടിലും നാസ്തികന്മാരായി വികർമ്മസ്ഥന്മാരെന്നാകിലും ആർത്തിനാശനം ചെയ്യും നിന്നുടെ ജലത്തിങ്കൽ സ്നാനമാത്രേണ നിഷ്പാപന്മാരായി മമപദം സാനന്ദം പ്രാപിച്ചിടും സത്യമെന്നറിഞ്ഞാലും. ശ്രീനാരായണൻ പുരുഷോത്തമൻ അംബുജാക്ഷൻ നാനാലോകാനുഗ്രഹ കാരണം അരുൾ ചെയ്താൻ പരത്തെ വരിച്ചാലും ഭദ്രന്തേ കവരജേ വരദനഹമിഹ വന്നിതോ മഹാഭാഗേ
നിന്മതം യഥേഷ്ടം നീ വരിച്ചു കൊൾക വത്സേ, സമ്മതമേതെന്നാലും നൽകുവാൻ എന്നിങ്ങനെ അംബുജേക്ഷണനരുൾ ചെയ്തപ്പോൾ കാവേരിയും തന്മനോരഥം വരിച്ചീടിനാളനാകുലം. അതിപാപികൾ ദുരാചാരന്മാർ ദുരാത്മാക്കൾ അധികം ഗുരുവിപ്ര ദൂഷകന്മാരായ സദാ വേദവാക്യന്മാരായ ഭൂസുരാദികൾ അരുണോദയ കാലത്തിൽ ഏകാദശി ദിനത്തിങ്കൽ എന്നുടെ തീർത്ഥത്തിങ്കൽ ഏകദാ സ്നാനത്തിനാൽ സന്നകന്മഷന്മാരായി പരിശുദ്ധാത്മാക്കളായി യോഗീന്ദ്രഗമ്യം ഭുവർ ലോകത്തെക്കാളും മുഖ്യലോകമാം വൈകുണ്ഠത്തെ പ്രാപിച്ചിടേണം. വിഭോ നിന്തിരുവടി മമ വരദനെന്നാകിലോ ചിന്തിത ചിന്താമണേ ദേവേശ. ജഗൽപ്രഭോ അങ്ങിനെ തന്നെ അതിനന്തരമില്ലേതുമേ മംഗല പുണ്യതീർത്ഥേ കാവേരി മഹാഭാഗേ. മറ്റൊരു വരത്തെയും നൽകിയിടുന്നുണ്ടു തവ മുറ്റും മത്സേവാ സകലാഭീഷ്ടപ്രദയല്ലോ. കിതവൻ ദുരാചാരൻ നാസ്തികൻ പാഷണ്ഡനും പതിതൻ പാപിഷ്ടനെന്നാകിലും തുലാമാസേ എത്ര കുത്രാപി തവ തീർത്ഥത്തിൽ സ്നാനം ചെയ്തു ചിത്രമാ മഹാത്മ്യവും ശ്രദ്ധയും ഉൾക്കൊണ്ടു കേട്ടു. ധർമ്മഭക്താവാം പൗരാണികനെ ദിവ്യഗന്ധ നിർമ്മല പുഷ്പാക്ഷതാദ്യങ്ങളാൽ അർച്ചിക്കിലോ മൽകടാക്ഷത്താൽ അവൻ രക്ഷിതനായ അന്വഹം ഉത്കൃഷ്ട ഗുണശീല പുത്രപൗത്രന്മാരോടും സകല ഭോഗങ്ങളും ഐഹികത്തിങ്കൽ ഭുജിച്ചകില പിതൃക്കളും താനും ആനന്ദാത്മകം മത്സായുജീവം പ്രാപിച്ചിടുമെന്നറിഞ്ഞാലും വത്സേ കാവേരി ഭദ്രേ സന്ദേഹമില്ലേതുമേ ഈ വണ്ണം വരങ്ങളും വാങ്ങി ലോകേശ വാസുദേവ ശങ്കര രൂപിണിയാം കാവേരിയെ സുജ്യോതി കനകയും വന്നു വന്ദിച്ചു. തഥാ സുജ്യോതിഷ്മതികളാം പുണ്യവാഹിനി രണ്ടും സ്മരണമാത്രം കൊണ്ടു പാപങ്ങൾ അകറ്റുന്ന സരിതാംബരകളാം അവരെ യഥാന്യായം സ്വാഗതപൂർവം പ്രതിപൂജിച്ചു. കാവേരിയും ഭാഗതേയാം ഭൂനിധി തെളിഞ്ഞു വിളങ്ങിനാൾ. ചൈത്രമാമാസത്തിങ്കൽ ഉദിച്ചു പൊങ്ങിടുന്ന ചിത്രഭാനുവിൻ മഹാപ്രഭയെന്നതുപോലെ ദുർമതിപാതിഥ്യം വന്നുള്ളവനെന്നാകിലും ഇമ്മഹാസരിത്തുകൾ തമ്മുടെ സംഗമത്തിൽ ചെമ്മേ മജ്ജനം ചെയ്യൽ ബ്രഹ്മലോകം പ്രാപിച്ചു നിർമ്മലന്മാരാൽ പരിപൂജ്യനായി വസിച്ചിടം നൈമിശാരണത്തിൽ അർദ്ധോദയ കാലത്തിങ്കൽ ക്ഷേമതൊന്നൂറു തുലാപുരുഷദാനം ചെയ്താൽ സിദ്ധിച്ചിടുന്ന ഫലമേകഥാ സ്നാനം കൊണ്ടേ സിദ്ധിക്കും ത്രിവേണിയിൽ ഏവർക്കുമെന്നു നൂനം തുളസീതളങ്ങളാൽ ശ്രീവാസുദേവൻ തന്നെ തെളിവിൽ സഹസ്രനാമാർച്ചനം 100 വർഷം ചെയ്തുള്ള മഹാപുണ്യപുരുഷന്മാർക്കു ഗത കൈതവൻ ത്രിവേണിയിൽ മജ്ജനം ലഭിച്ചിടം കംസാരി നാരായണൻ തന്നെ കാരുണ്യത്താൽ സംസാര വിമോചനം വരുന്ന കാലത്തിങ്കൽ സംഗമമുഖത്തിങ്കൽ മജ്ജനം ചെയ്തിടുവാൻ സംഗതി വരും മുജ്ജന്മാന്തര തപോബലാൽ ഏകദാ സംഗമത്തിൽ കുളിച്ചു തിലോദകമേകുകിൽ പിതൃക്കളും അത്യന്ത തൃപ്തന്മാരായി ബ്രഹ്മലോകം പ്രാപിച്ചു സുഖിച്ചു വസിച്ചിടം ബ്രഹ്മകൽപ്പത്തോളവുമില്ല സംശയമേതും. പാഷണ്ഡൻ വർണ്ണഭ്രഷ്ടൻ നിരഗ്നി പിതൃമാതൃദൂഷകൻ പരാന്നാഥൻ ദുഷ്ടനെന്നിരിക്കലും ഉള്ളത്തിൽ ത്രിവേണിയെ സ്മരിച്ചു തടാകാതി വെള്ളത്തിൽ സ്നാനം ചെയ്യൽ ശുദ്ധനായി വരും ദ്രുതം. പുണ്യാം ത്രിവേണിയിൽ തന്നെ മജ്ജനം ചെയ്യും പുണ്യപൂരുഷനു പിന്നെന്തോന്നു ചൊല്ലേണമോ. സർവഭൂതേഷു കാരുണ്യാന്യുതമന്നദാനം സർവദാ ജന്മാന്തരെ ചെയ്തുള്ള പുണ്യത്തിനാൽ സജ്ജനങ്ങളിൽ മുഖ്യന്മാരായ പുരുഷർക്കോ മജ്ജനം ത്രിവേണിയിൽ കൈവന്നു കൂടും ദൃഢം. സുജ്യോതി കനക കാവേരിയും ഹേമവതി സജ്ജലാ കപില എന്നിങ്ങനെ മഹാമന്ത്രം വേദഗോപിതം ജപിച്ചേകഥാ കുളിച്ചീടിൽ സ്നാതനാം രാമസേതോ മകരേ മാസേ ദൃഢം. സുജ്യോതിയോടും സ്വർണമുഖി തന്നോടും ഒന്നിച്ചു ഉജ്ജ്വല പ്രവാഹയാം കാവേരി മഹാനദി. ഹേമവത്യാഖിയോടും കപിലയോടും ചേർന്നു മാമുനീന്ദ്രന്മാരാലും സ്നാനതൽപരന്മാരാം സുരന്മാരാലും തത്ര പൂജിതയായി ത്വരിതം സമുദ്രത്തെ പ്രാപിച്ചാളനർഗളം. കാവേരി ഹേമാവതി സംഗമേ മഹാപുണ്യപാവനെ സ്നാനം ചെയ്യും ജനത്തിൻ പുണ്യഫലം. ഇവിടെ മകരമാസത്തിലും പറഞ്ഞു സ്നാതനാം രാമസേതോ മകരേ മാസേ ദൃഢം. രാമസേതു പറഞ്ഞാൽ അവിടെ രാമേശ്വരത്ത്. അതേപോലെ തന്നെ ഈ കാവേരി മഹാനദിയിലും അത്രയും പുണ്യം കിട്ടുന്നതാണ് സ്നാനം ചെയ്താൽ.
സുരന്മാരാലും തത്ര തത്ര പൂജിതയായി ത്വരിതം സമുദ്രത്തെ പ്രാപിച്ചാളനർഗളം. കാവേരി ഹേമാവതി സംഗമേ മഹാപുണ്യേ പാവനെ സ്നാനം ചെയ്യും ജനത്തിൻ പുണ്യഫലം ആപതല്ലേതും ചൊൽവാൻ ദേവദേവനാം വാസുദേവനെ ഒഴിച്ചു മറ്റാർക്കുമെന്നറിഞ്ഞാലും. എന്തു വേദങ്ങൾ കൊണ്ടും തീർത്ഥങ്ങൾ കൊണ്ടും അവനെന്തു ധർമ്മങ്ങൾ കൊണ്ടും മഖമുഖ്യങ്ങൾ കൊണ്ടും അവിടെ സ്നാനം ചെയ്യൽ പിതൃക്കൾ ഗേയിങ്കൽ ദിവി സംസ്ഥിതന്മാരായി ഗ്രഹിക്കും മഹാഫലം. കപിലാകവേരജ പുണ്യസംഗമത്തിങ്കൽ സ്വപിതൃകുലം നിത്യം പ്രത്യക്ഷം തന്നെയല്ലോ. തത്ര മാഘസ്നാനത്തെ ചെയ്കിൽ 3.5 കോടിയും ഉത്തമ തീർത്ഥ സ്നാനഫലവും ലഭിച്ചിടും. കാർത്തികേ ഹേമവതി കാവേരി സംഘസ്നാനം ആസ്തയാ ചെയ്തിടിലോ 2 വംശത്തിലുള്ള പിതൃക്കൾ നരകത്തിലുള്ളവർ പോലും സുഖം ഉതൃക്കും സ്വർഗം പുക്കുവസിക്കും നിസ്സംശയം. അന്നത്തെ ഗ്രാസമാത്രം അവിടെ കൊടുക്കിലോ മന്നിടം തന്നിൽ സാർവഭൗമനായി ജനിച്ചിടും. കപില കാവേരി സംഗമത്തെ ധ്യാനിച്ചുള്ളിൽ സപതി വല്ല ജലാശയത്തിൽ കുളിക്കിലും സംഗമസ്നാന പുണ്യം ലഭിച്ചു മഹാപാപസംഘം ഏർപ്പെട്ടു പരിശുദ്ധനായി ഭവിച്ചിടും. കേദാരത്തിലും തഥാ കുരുക്ഷേത്രത്തിങ്കലും യാതൊരു മത്യൻ ജനിച്ചിടുന്നു. 100 ജന്മം കപില കവേരജ സംഗമസ്നാനം അവൻ അഭിമോദേന ലഭിച്ചിടും. പുണ്യാതിരേക ശ്രാദ്ധത്തെ തത്ര ചെയ്കിൽ 10,000 ഗയാശ്രാദ്ധത്തിൻ ഫലം പരിപൂർണമായി ഭവിച്ചിടും. ദുർലഭം തന്നെയല്ലോ കപിലാസ്നാനം കലോ ദുർലഭമത്രേ. ഹരികീർത്തനം അത് നൂനം കപിലയില് കുളിക്കാന്നുള്ളതും അതേപോലെ ഹരികീർത്തനം ഉള്ളതും ഈ കലികാലത്ത് വളരെ ദുർലഭം ആൾക്കാർക്കേ തോന്നൂന്നാണ്. അപ്പൊ നമ്മളൊക്കെ എന്തായാലും ഭാഗ്യവാന്മാരാണ്. നമുക്കത് ചൊല്ലാനും അതേപോലെ കേൾക്കാനൊക്കെ താല്പര്യം ഉണ്ടല്ലോ. ദുർലഭയല്ലോ മഹാവിഷ്ണു പൂജയും ഓർക്കൽ ദുർലഭന്മാരായി വരും വൈഷ്ണവന്മാരും തഥാ. ദുർലഭയല്ലോ ഭഗവത്ഗീത മുക്തിപ്രദ. ദുർലഭം ഹരികഥാ പീയൂഷമഭീഷ്ടതം. ദുർലഭമത്രേ രാമചരിതം സർവോത്തമം. ദുർലഭം സർവോത്കൃഷ്ട തുളസീതളാർച്ചനം. ദുർലഭം ഗംഗാസ്നാനം ദുർലഭ സൽബുദ്ധിയും. ദുർലഭമേകാദശി വ്രതത്തിനനുഷ്ഠാനം. ദുർലഭയല്ലോ പിതൃശുശ്രൂഷ സർവാർത്ഥത. ദുർലഭം നാരായണ ഭക്തിയും കലിയുഗേ. ദുർലഭം മഹാപുണ്യ കാവേരി തീർത്ഥസ്നാനം. ദുർലഭം അത് തുലാമാസത്തിൽ വിശേഷിച്ചും. ദുർലഭം രംഗനാഥ ദർശനം മഹാഭാഗ്യം. ദുർലഭം മഹോ ചന്ദ്രപത്മിനി തീർത്ഥസ്നാനം. ദുർലഭം തദംബുനാ പിതൃ തർപ്പണം ശുഭം. ദുർലഭം ധർമ്മവക്ത. ദുർലഭം സദാചാരം. ദുർലഭം പരിശുദ്ധ തുളസി മഹാപൂജ. ദുർലഭം തത്വജ്ഞാനം. ദുർലഭം സാധുസംഗം. ദുർലഭം സമസ്ത ഭൂതങ്ങളിൽ അനുകമ്പ. ദുർലഭയല്ലോ സമബുദ്ധിയും മഹീപതേ. ദുർലഭം രാമസേതു ദർശനം മഹാമുഖ്യം. ദുർലഭം മാഘസ്നാനം കാർത്തിക സ്നാനം തഥാ. കപില കവേരജ സംഗമസ്നാനമൊഴിഞ്ഞഭിലാഷാപ്തിക്കു മറ്റില്ലടോ ഗതിയൊന്നും. സഖ്യാ നന്ദിനി സാക്ഷാൽ വിരജാ നദിയത്രേ മഹ്യാ വൈകുണ്ഠം ശ്രീരംഗസ്ഥല മനോഹരം. അമൃതാംബുതി ഹേമവതി എന്നറിഞ്ഞാലും അമലാ കപിലയും ശുദ്ധവാരിതിയടോ. ഇച്ചൊന്ന പുണ്യതീർത്ഥ സാദൃശ്യം ചൊല്ലിയിടുവാൻ വിശ്വത്തിൽ തീർത്ഥമേതൊന്നുള്ളതു നിരൂപിച്ചാൽ ഉണ്ടൊരു തീർത്ഥം ഇതിനോടു നേരെന്നാൽ നീലകണ്ഠനാം മഹേശ്വരൻ തനിക്ക് അറിയാവൂ. കണ്ടോളം മഹാത്ഭുതം കാവേരി നദിയുടെ 2 ഭാഗത്തിങ്കലും ശിവലിംഗങ്ങൾ കോടി. പുണ്ടരീകാക്ഷ പുണ്യക്ഷേത്രങ്ങൾ അനേകമുണ്ടെണ്ണമില്ലാതെ മുനിമണ്ഡലം. എല്ലായിടത്തും സഹ്യാദ്രി തൊട്ടു സമുദ്രത്തോളം ബ്രഹ്മജ്ഞാനപ്പർപ്പരന്മാരും ഉഗ്ര തപോയോഗ നിഷ്ഠന്മാരായേ കാവേരി തീരത്തിങ്കൽ വസിക്കും ദ്വിജേന്ദ്രന്മാരേവരും മുനീശ്വരന്മാരെന്നു ധരിക്കേണം. പശ്വാദി മൃഗങ്ങളോ പുണ്യഭൂപാലരല്ലോ നിശേഷ ചണ്ടാളരും. പുണ്യവൃക്ഷങ്ങളല്ലോ കീടാതിസാരമേയാദ്യങ്ങളും പൂർവകാലെ മൂഢന്മാരായ യവനന്മാരെന്നറിയണം. പശ്ചാത്തപ്തന്മാരായിട്ടിങ്ങനെ ഭവിച്ചിതു നിശ്ചയം. സഖ്യോത്ഭവ തീരത്തിൽ ജന്തുക്കളായി കേവലം പ്രാണി മാത്രമാകിലും അവരെല്ലാം കാവേരി ജലം കൊണ്ടു രഹിതദോഷന്മാരായി പരിശുദ്ധന്മാരായി സ്വർഗലോകവും പൊക്കുപരിചിൽ സുഖിച്ചു വാണിയിടുമെന്നറിഞ്ഞാലും മൂഢനെന്നാലും ശ്രീകണ്ഠേശ സന്നിധിയിങ്കൽ പ്രൗഢമാഹാത്മ്യമേകം കാവേരി ജലത്തിങ്കൽ മജ്ജനം ചെയ്യുന്നാകിലുടനെ വിശുദ്ധനായി സജ്ജനപ്രാപ്യം ശ്രീമൽ കൈലാസം പ്രാപിച്ചിടും.
ദരിദ്രൻ തത്ര സ്നാനം ചെയ്തിടിൽ 7 ജന്മം പൊരുത്ത ധനാഢ്യനായി വേദവേദാംഗജ്ഞനാം കപിലാകവേരജാ സംഗമേ മഹാപുണ്യേ കൃപയോദ്രിക്ത ശ്രീകണ്ഠേശ സന്നിധിയിങ്കൽ മാഘസപ്തമി ദിനെ ശ്രാദ്ധത്തെ ചെയ്യുന്നവൻ ശ്ലാഘനീ ആത്മാകുലകോടിയെ കരേറ്റിയിടും ശ്രീകണ്ഠേശ്വരനുടെ സന്നിധോകാചമാത്രമാകിലും സൽപാത്രത്തിൽ ശ്രദ്ധയാ ദാനം ചെയ്കിൽ 3 ചെയ്ത തുലാപുരുഷദാനത്തിന്റെ പൂർണ്ണമാം ഫലം ലഭിച്ചിടുമെന്നതു ധ്രുവം. ശ്രീകണ്ഠൻ തന്നെ സ്മരിച്ചന്യത്ര കാവേരി തന്നോകത്തിൽ സ്നാനം ഭക്തി ശ്രദ്ധാ സംയുതം ചെയ്കിൽ ദുർജനത്തിനും സഖ്യാമലക സന്നിധാനം മജ്ജനം കൊണ്ടുണ്ടാകും പുണ്യവും ലഭിച്ചിടും. സോമവാസരത്തിങ്കൽ ശ്രീകണ്ഠ ധ്യാനത്തോടും ഭൂമി നിർജ്ജരന്മാരെ ഭോജനം ചെയ്യിക്കിലോ 100 ജന്മങ്ങൾ തോറും തദ്വംശന്മാരെല്ലോരുമേറിന പുത്രപൗത്രധന സമ്പന്നന്മാരാം വിടനാകിലും വിധിഹീനനാകിലും അതിഷഠനായി ശൗചാചാരഹീനനെന്നിരിക്കലും ശ്രീകണ്ഠൻ തിരുനാമമേകദാ ജപിച്ചിടിൽ പോകും ദുഷ്കൃതമെല്ലാം ഉടനെ നിസ്സംശയം. എത്ര കുത്രാഭിവസിച്ചിടിലും പാപിഷ്ടന്മാർ നിസ്ത്രപം ശ്രീകണ്ഠനെ സർവദാ കീർത്തിക്കിലോ. അന്ത്യകാലത്തിങ്കൽ തൽക്കർണേ താരക ബ്രഹ്മമന്തകാന്തകനുപദേശിക്കും കൃപയാലേ. കാവേരി സമുദ്ര സംഗമത്തിൽ സ്നാനം ചെയ്യുവാനാവതല്ലെന്നുള്ളവർക്കു ഉണ്ടതിനുപായവും സംവർത്തേശ്വരനുടെ നാമസങ്കീർത്തനത്തിനാൽ സമൃദ്ധ സംഗമുഖ സ്ഥാനത്തിൻ ഫലമുണ്ടാം. തന്നാമം മുഴുകുമ്പോൾ ഏകദാ ജപിച്ചിടിലെന്നുമേ 100 ജന്മം യജ്വാവായി ഭവിച്ചിടും. സംവർത്തമുനീശ്വരൻ പ്രതിഷ്ഠിച്ചതിനാലേ സംവർത്തലിംഗമെന്നു ചൊല്ലുന്നു മഹാജനം. മദ്യപനെന്നാകിലും തത് ലിംഗസ്മരണത്താൽ സദ്യശുദ്ധനായി കൃപാപാത്രമായി ഭവിച്ചിടും. ചുരുക്കി ചൊല്ലുന്നിതു കാവേരി മാഹാത്മ്യത്തെ പരപ്പിൽ ചൊൽവാൻ 100 വർഷത്താലാമാമല്ലടോ. 100 വർഷം കൊണ്ടും ഈ കാവേരിയുടെ മഹാത്മ്യത്തിനെ പറയാൻ സാധിക്കില്ല എന്ന് പറയാണ്. ഈ അധ്യായം മുഴുവൻ കാവേരിയുടെ മഹാത്മ്യത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മോക്ഷാർത്ഥം മഹാമുനി പുങ്കവന്മാരീ വണ്ണം ത്രീക്ഷണലിംഗങ്ങളെ പ്രതിഷ്ഠിച്ചിതു കോടി. കാവേരി തീരദ്വയത്തിങ്കലം തത്തൽ ലിംഗസേവയാ മനോരഥം ലഭിക്കും സമസ്തർക്കും. എങ്ങും സേവിച്ചു ലഭിക്കും ഫലം സിദ്ധിച്ചിടും. രംഗസന്നിധിയിങ്കൽ കാവേരി സ്നാനത്തിനാൽ ശ്രീരംഗത്തിങ്കൽ ഇരുന്നേകദാ തുലാമാസേ വാരം വാരം കാവേരി സ്നാനം ആചരിപ്പവൻ വിരജാതീർത്ഥ സ്നാനം ചെയ്തവൻ തന്നെ അവൻ ബിരുജൻ കൃതകൃത്യൻ സന്ദേഹമില്ലേതുമേ. തൗലി മാസത്തിൽ ശ്രീരംഗ സന്നിധിയിങ്കൽ കാലത്തു കാവേരിയിൽ കുളിച്ചു വിശുദ്ധനായി കവളമാത്രം അന്നം ദ്വിജന്നു ദാനം ചെയ്യുന്നവനോ ധനാഢ്യനാം 100 ജന്മങ്ങൾ തോറും കാർത്തിക മാഘത്തിലും ശ്രീരംഗേ കാവേരജാ തീർത്ഥത്തിൽ സ്നാനം ചെയ്യും. മനുഷ്യർക്കെല്ലാവർക്കും സന്തതി ദീർഘായുസം സമ്പത്തുമെന്നു വേണ്ട ചിന്തിതാർത്ഥങ്ങളെല്ലാം സിദ്ധിക്കും നിർവിഘ്നം. ശ്രീരംഗസ്ഥലേ തുലാ സംക്രമേ പിതൃക്കൾക്കു ചേരുന്ന വണ്ണം ശ്രാദ്ധമാചരിച്ചിടുന്നാകിൽ നിത്യതൃപ്തിയെ പ്രാപിച്ചനന്ത സന്തോഷത്താൽ നർത്തനം ചെയ്യും ദിവിമത്തരാ പിതൃക്കളും. ശ്രീരംഗേ തുലാമാസേ സഖ്യ പർവ്വതപുത്രി വാരിണാ പിതൃക്കൾക്കു തർപ്പണം ചെയ്യൽ കുരുക്ഷേത്രത്തിൽ ഗയിങ്കലം ശ്രാദ്ധം 100 ആചരിച്ചു സിദ്ധിക്കുന്നോരൂർജിത പുണ്യമുണ്ടാം. ശങ്കര വിഷ്ണു സ്ഥലോജ്വലയായി ഈ വണ്ണമേ പങ്കത്തെ പോക്കി ലോകമൊക്കെ പാവനമാക്കി പങ്കജാസനപുത്രി കാവേരിപതിയായ വൻകടൽ തന്നെ ദ്രുതം പ്രാപിച്ചു സന്തുഷ്ടയായി. 28 അധ്യായവും കഴിഞ്ഞു ശിഷ്ടം കേൾപ്പാൻ പെരുക ശ്രദ്ധയുണ്ടെന്നാകിലിന്നതും ചൊല്ലാം. അങ്ങനെ 28 അധ്യായം കഴിഞ്ഞു. ഇനിയും നമ്മൾക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ അടുത്തതും ചൊല്ലാം എന്ന് പറയാണ്. അപ്പം നമുക്ക് 28ാമത്തെ അധ്യായത്തിൽ ഇവിടെ നിർത്താം. ഇനി അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇന്നും നല്ലൊരു സുദിനം ഭഗവാൻ തന്നു. അപ്പം അതിന് നമുക്ക് നന്ദി പറയണ്ടേ എല്ലാവരോടും. നമുക്ക് ഈ ശരീരം തന്ന അച്ഛനോടും അമ്മയോടും പിതൃക്കൾക്കും കാരണവന്മാർക്കും കാരണഭൂതന്മാർക്കും എല്ലാവർക്കും, അതേപോലെ തന്നെ എല്ലാ ദേവതകൾക്കും ഗുരുകാരണവന്മാർക്കൊക്കെ നന്ദി പറയണം. എപ്പോഴും നമ്മളത് സ്മരണയോടുകൂടെ ഇരിക്കണം. നല്ല പോസിറ്റീവ് എനർജിയോടുകൂടെ സന്തോഷത്തോടുകൂടെ ഒരു പുഞ്ചിരിയെങ്കിലും കൊടുക്കാൻ നമുക്ക് എല്ലാ ദിവസവും എല്ലാവർക്കും സാധിക്കണം.
നമ്മൾ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ലഹള കൂടുകയോ ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഇരിക്കട്ടെ, അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം. അതൊക്കെ ഈ ജീവിതത്തിൽ വേണം താനുമല്ലേ. നമുക്കങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കാനൊന്നും സാധിക്കില്ല. ജീവിതമാകുമ്പോൾ പലതരത്തിലുള്ള ഇത് കൂടെ കഴിഞ്ഞു പോകേണ്ടതായിട്ട് വരും. അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം. അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. പക്ഷേ എല്ലാ ദിവസവും നമ്മൾ ചിന്തിച്ച് നോക്കാം, വൈകിട്ടാവുമ്പോൾ ഭഗവാനെ ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ ചെയ്തു, എന്നെക്കൊണ്ട് എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റിയോ, ഞാൻ എന്തൊക്കെ തിന്മ ചെയ്തു എന്നൊക്കെ നമ്മൾ ദിവസവും കണക്കാക്കണം, എണ്ണി നോക്കണം എന്തൊക്കെ ചെയ്തു എന്ന്. അപ്പോൾ ഒരു ദിവസം നമ്മളെ കൊണ്ട് ഒരാൾക്കെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. അങ്ങനെ ഓരോ ദിവസവും നമ്മളെ കൊണ്ട് ഭഗവാൻ നന്മ ചെയ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നും നല്ല ദിവസമായി കലാശിച്ചു. ഗുരുവായൂരപ്പ ശരണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാ സജ്ജനങ്ങൾക്കും പാദ നമസ്കാരം.